നേരമായാലോ വിളിക്കുന്നു. നിന്റെ ചെവിയിൽ എന്താ? അയ്യോ, ഞാൻ കേട്ടില്ലെന്നേ. അത് നീ എന്താ താമസിച്ചത്? ഓ, അതൊന്നും പറയാതിരിക്കുന്ന നല്ലത്. ഇതെന്ത് കൂട്ടായത്? ഇന്നിവിടെ ഗാനമേള ഉണ്ടോ? ഇതറിഞ്ഞിരുന്ന ഞാനൊരു കരോക്കെ ഒക്കെ ആയിട്ട് വന്നാനെ. അറിഞ്ഞില്ലല്ലോ. വലിയ ഭക്തനാണെന്ന് തോന്നുന്നു. കണ്ടില്ലേ വെള്ളയും വെള്ളയും വിട്ട് വന്നിരിക്കുന്നത്? നമ്മുടെ കൂടെ വരാന്ന് പറഞ്ഞ മറ്റു രണ്ടെണ്ണത്തിനെ കണ്ടില്ലല്ലോ. പിന്നെന്താ നിന്റെ പുതിയ ജോലിക്കാര്? ഓ, ആപ്പിളിൽ നിന്ന് മൈക്രോസോഫ്റ്റിൽ നിന്നും എന്നെ വിളിയോട് വിളിയ. എനിക്ക് പക്ഷെ ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണ് ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് ഞാനിങ്ങും പോകുന്നില്ലെന്നേ. പിന്നെ വല്ല ആപ്പിൾ പറയാനായിരിക്കും. നീ എന്താണ് ഇത്ര താമസിച്ചത്? ഇറ്റ്സ് ബീൻ എ ലോങ് ഡേ. രാവിലെ എനിക്ക് സുംബ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, എനിക്കത് മിസ്സാക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഫ്രണ്ട്സിനൊപ്പം ഒരു ലഞ്ച്, അതും സിറ്റിയിൽ. അത് കഴിഞ്ഞ് വരുമ്പോഴാണ് മെട്രോക്കാർ വിളിക്കുന്നത്. അവർക്ക് എൻ്റെ ഒരു ഇന്റർവ്യൂ വേണമെന്ന്. എൻ്റെ ഡാൻസ് കണ്ടിട്ടേ അവർക്ക് ഡാൻസ് മാത്രമല്ല, കുറച്ച് സൗന്ദര്യമുള്ളവരെയും കൂടെ വേണമെന്ന്. എന്ത് ചെയ്യാനാ, ഈ സൗന്ദര്യമുള്ളവരുടെ ഓരോ ബുദ്ധിമുട്ടേ. അല്ല, നമ്മുടെ ഇൻഫ്ലുവൻസർ ഇതുവരെ വന്നില്ലേ? ഞാനിവിടെ ഉണ്ടേ. വെൽക്കം ടു മൈ ചാനൽ. ഓ, നിർത്തലി, നീ ഇത്ര നേരം എവിടെയായിരുന്നു? മലയാളമായിരുന്നു. ഓഹോ, എന്റെ അമ്മ സ്വന്തം ഭാഷ ആയതുകൊണ്ട് ഒരു റിലാക്സേഷൻ ഉണ്ട്. ഇംഗ്ലീഷ് പറഞ്ഞ് മറിച്ചു. ഇതൊക്കെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പോസ്റ്റ് ആണല്ലോ. നീ ആമസോണിലോ നെറ്റ്ഫ്ലിക്സിലോ എവിടെയെങ്കിലും കൊണ്ട് പോസ്റ്റിക്കോ. നീ ആദ്യം ഇത് പറ. ചാനലിൽ ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻഫ്ലുവൻസിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുമോ? റീൽസ്, സ്റ്റോറീസ്, ഷോർട്സ്, പാൻസ്, ജീൻസ്. പാൻസും ജീൻസും അല്ലല്ല, ഫാൻസ് അതൊക്കെ വിടും. പിന്നെ മണവാളം വേറായോ? മണവാളൻ എന്നൊരു ക്യാപ്ഷൻ കൂടെ ഇട്ട പൊളിക്കും. നിങ്ങളൊരു 1K ലൈക്കെങ്കിലും മേടിച്ചെടുക്കണം. ആ, ലൈക്കിന്റെ കാര്യം മനപ്പിലാണ് ഓർത്തത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ പോയപ്പോ ചാറ്റ് ചെയ്തതിന്റെ ഫോട്ടോ ഇട്ടിട്ട് നിങ്ങളാരും ലൈക്ക് ചെയ്തില്ലല്ലോ. അതെന്താ? വീടും ഇല്ല, കറന്റ് പോലും ഇല്ലാത്ത കുടുംബത്തിന് ഇൻഡക്ഷൻ കുക്കർ വാങ്ങിച്ചു കൊടുക്കുന്നതിന്റെ ഫോട്ടോക്കൊക്കെ ഞങ്ങളെങ്ങനെ ലൈക്ക് അടിക്കുന്നേ? ഇതിനിടയ്ക്ക് അതും കണ്ടുപിടിച്ചോ? യജമാനും വരാറായെന്ന് തോന്നുന്നു. നമുക്ക് എന്നിട്ട് സ്തുതിച്ചുകൊണ്ട് അവനെ വരവേൽക്കാം. എന്ത് വെപ്രാള പെണ്ണുങ്ങളെ ഇത്! പുള്ളിക്കാരൻ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്. എന്നാ നമുക്ക് വിളക്ക് എത്തിക്കാം. എണ്ണ എടുക്ക. അയ്യോ, ഞാനെന്നെ എടുക്കാൻ മറന്നുപോയി. ഇവളോട് എടുക്കാൻ പറഞ്ഞിരുന്നല്ലേ, നീ എടുത്തില്ലേ? ഞാനെടുത്തില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? നമുക്ക് അവരോട് വയ്ക്കാനേ. ചോദിച്ചു ഇപ്പൊ കിട്ടും. Hey girls, can you share some oil please? അത് പിന്നെ ഞങ്ങൾ തിരിച്ചു തരാം. മറന്നുകൊണ്ടല്ലേ ചോദിക്കണത്? അയ്യോ, ഞങ്ങളോടൊന്നും തോന്നരുത്. നിങ്ങൾക്ക് കൂടി പകർന്നു തന്നാൽ അത് നിങ്ങൾക്കും മര്യാദ വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും കടയിൽ നിന്ന് വാങ്ങണതല്ലേ നല്ലത്. ചുരുക്കം വന്ന നീയൊന്നും ഞങ്ങൾക്ക് എന്നെ തരില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഈ പ്രശ്നവേഷക്കാരോട് ചോദിക്കണ്ടാണ്. നിങ്ങൾ വന്നേ. ഇവിടെ 24 മണിക്കൂർ ഓപ്പൺ ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റ് അടുത്തുള്ളപ്പോ നമ്മളെന്തിനാ ഇവരോട് ബാക്ക് ചെയ്യുന്നേ? നമുക്ക് ഒരുമിച്ച് എന്റെ ഫെറാറിയിൽ പോകാം. വെള്ളയും വഴിയിട്ട് അറിയിക്കോളും ഓരോരോ മാരണങ്ങള്. കണ്ടാലും ഭയങ്കര ഭക്തിയും ഭയം. കയ്യിലിരിപ്പാണെങ്കിലോ എവിടെ പോയി? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. കുറച്ചേരം തലയൊക്കെ ഒഴിച്ചു കൊടുക്കാമായിരുന്നു. അല്ല പിന്നെ അവളും ഒരാൾക്ക് ഒരു കഥ കളിച്ചെന്നാ തോന്നണേ. ഇനി നമ്മളെ പിടിച്ചങ്ങനെ മുങ്ങിയോ? എന്റെ ബലമായ സംശയം യജമാനൻ വന്നെന്നാണ്. ഞാനൊന്ന് നോക്കട്ടെ. ഹലോ, ഞങ്ങൾ വന്നു, കഥക്ക് തുറക്കൂ. ഞങ്ങൾ ഈ വാതിക്ക് തന്നെയുണ്ട്. ഹലോ. ആരാണ് നിങ്ങൾ? ഞാൻ നിങ്ങളെ അറിയുന്നില്ല. എന്നെ അറിയത്തില്ലെന്നോ? ലോക്കലും സെന്ററിലും എല്ലാ കമ്മിറ്റിയിലും സ്മ്യൂളി സ്ഥിരമായി പാടുകയും ചെയ്യുന്ന എന്നെ അറിയില്ലെന്നോ? ഞങ്ങളെ നിങ്ങൾക്കും അറിയില്ല, നിങ്ങളെ ഞങ്ങൾക്കും അറിയില്ല. അപ്പൊ നമുക്കൊന്ന് പരിചയപ്പെടാം. ഹലോ, കഥ തുറക്ക. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ആരെന്നോ എവിടെ നിന്ന് വരുന്നുവെന്നോ ഞാൻ അറിയുന്നില്ല. നീ ഇങ്ങോട്ട് മാറിയേ. ഇല്ലാത്ത നേരം തുറക്കൂലാണോ? ഹലോ, തുറക്ക.
നൂറുണ്ണം പണിയുള്ളതാ. ഹലോ, ഐ ഗോയിങ് ടു ഓപ്പൺ ദ ഡോർ? ഞാൻ ആവർത്തിച്ചു കഴിഞ്ഞു. നിങ്ങളെ ഞാൻ അറിയില്ല. എനിക്ക് നിങ്ങളെ അറിയില്ല. എന്നെ അറിയില്ല? സോഷ്യൽ മീഡിയയിൽ ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള എന്നെ അറിയുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. കടന്നു പോകൂ ഇവിടെ നിന്ന്. നീ എന്താണ് പേടിച്ചു പോയോ? ഇതിനേക്കാൾ വലിയ അലറുകൾ കേട്ട് പേടിച്ചിട്ടില്ല. പിന്നെ ഇനി എന്തിനാ നമ്മളിവിടെ നിൽക്കണം? വീട്ടിൽ പോയാൽ ഒന്ന് കിടന്നുറങ്ങുമെങ്കിലും ചെയ്യാം. നിൽക്കൂ. നിങ്ങളുടെ കുത്തഴിഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഓടി അകലുവിൻ. ജാഗരൂകരായിരിക്കുവിൻ. എന്തെന്നാൽ ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. എന്താണ് ആ ശബ്ദം? ദൈവം നമ്മളോട് സംസാരിക്കുന്നത് പോലെ തോന്നുന്നു. എനിക്കത് പേടിയാവുന്നു. വരും, നമുക്ക് അല്പനേരം പ്രാർത്ഥനയിലായിരിക്കാം. ഞങ്ങളോട് കരുണയായിരിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ തെറ്റുകൾ പുറത്ത് അങ്ങയുടെ രാജ്യത്തിൽ ഞങ്ങളെയും ചേർക്കണമേ. ദൈവമേ, അഹന്തയും സ്വാർത്ഥതയും അമിതമായ ദ്രവ്യാഗ്രഹവും ഞങ്ങളിൽ നിന്ന് ദൂരെ അകറ്റണമേ. ദൈവമേ, ധൂർത്തും ആർഭാടവും ചെടിക മോഹങ്ങളും ഞങ്ങളിൽ നിന്ന് ഇല്ലാതാക്കണമേ. അങ്ങനെ നിന്റെ രാജ്യത്തിൽ ഞങ്ങളെയും അവകാശികളാക്കണമേ. ബുദ്ധിയുള്ള കന്യകമാ വിളക്കിലെണ്ണ നിറഞ്ഞോ, പ്രിയനെ കാത്തിരുന്നതാ ചേർന്നിടും മണവറയിൽ. ലോകമോഹങ്ങൾ വെടിഞ്ഞോ, ആരാലും വെറുക്കപ്പെട്ടോ, വിശുദ്ധി കാത്തു സൂക്ഷിച്ചോ, ഏവരും കാണും സദസ്സിൽ. കുഞ്ഞുങ്ങളെ, ആ നാളും നാഴികയും സംബന്ധിച്ചു എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിക്കും. പ്രിയനിൻ വരവേറ്റ മാസമേ, പ്രതിഫലം ലഭിക്കുന്ന നിശ്ചയമേ. ഈ പ്രസന്റേഷനിൽ നമ്മൾ കണ്ടതുപോലെ ഒരുക്കത്തോടു കൂടി നമുക്ക് ഈശോയെ കാത്തിരിക്കാം. ഒരുക്കമില്ലാത്തവരുടെയൊക്കെ മാനസാന്തരം വന്ന് അവരും ഈശോയിലേക്ക് തിരിയുന്ന പോലെ നമ്മളിലും ജീവിതത്തിൽ എന്തെങ്കിലും വൈകല്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഉപേക്ഷിച്ച് നമുക്കും ഈശോയിലേക്ക് തിരിയാം. ഇത് അവതരിപ്പിച്ച ഫെമിന, ബിനി, ജിനി ജോൺസൺ ആൻഡ്